ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീടിന്റെ ഭംഗി എന്നത് ചുമരുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വീട്ടുമുറ്റത്തെ ഓരോ കല്ലിലും, ഓരോ പാതയിലും, ഓരോ സ്പർശത്തിലും അതിന്റെ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. കാലത്തിന്റെ പൊടിയും മഴയും മങ്ങലും ചവിട്ടുപാതയിലെ മങ്ങിച്ചയും ഇന്റർലോക്ക് കട്ടകളുടെ തിളക്കം കെടുത്തുമ്പോൾ അതിന് വീണ്ടും ജീവൻ നൽകാനാണ് ഇന്ന് നമ്മൾ എത്തിയത്. ഇന്ന് ഈ ഇന്റർലോക്ക് കട്ടകൾക്ക് നൽകുന്നത് ഒരു സാധാരണ ഫിനിഷ് അല്ല, ഡയമണ്ട് കമ്പനിയുടെ ഒരു പ്രത്യേക പോളിഷ് കോട്ടിംഗ് ആണ്. പഴകിയതുപോലെ തോന്നുന്ന ഈ കട്ടകൾക്ക് വീണ്ടും പുതുമയും തിളക്കവും കാഴ്ചയിൽ വേറിട്ടൊരു ആകർഷണവും നൽകുന്ന ഒരു മികച്ച സൊല്യൂഷൻ തന്നെയാണിത്. ഇത് ചെയ്യേണ്ട വിധം: ആദ്യം ഇന്റർലോക്ക് കട്ടകളുടെ മുകളിൽ അടിഞ്ഞുകൂടിയ പൊടി, അഴുക്ക്, പഴയ മങ്ങൽ തുടങ്ങിയ നന്നായി ക്ലീൻ ചെയ്യുക. കാരണം ഒരു നല്ല ഫിനിഷ് കിട്ടണമെങ്കിൽ തറ നല്ല വൃത്തിയായിരിക്കണം. അതിനുശേഷം ഡയമണ്ട് പോളിഷ് ഒരേപോലെ എല്ലായിടത്തും ശ്രദ്ധയോടെ അപ്ലൈ ചെയ്യണം. പെയിന്റ് കടകളിൽ കിട്ടുന്ന എമർഷൻ അത് അടിച്ചു കഴിഞ്ഞാൽ അത് ഒരു മഴ പെയ്യുമ്പം തന്നെ അതെല്ലാം ഇളകി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് ഈ പോളിഷ് ആണെങ്കിൽ നല്ലതാണ്, അത് അങ്ങനെ ഇളകി പോകത്തില്ല. ഏത് കാലാവസ്ഥയിലും നമ്മുടെ തറയോടിനെ സംരക്ഷിച്ച് നിർത്തുന്നതാണിത്. കഴിവതും ഈ വർക്കുകൾ ചെയ്യുന്നത് നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുന്നത്. കാര്യം നല്ല വൃത്തിക്ക് ഉണങ്ങിയ കട്ടകൾ മാത്രമേ ഈ പോളിഷ് ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇളകി പോകാൻ, പൊളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഡയമണ്ട് അക്രിൽ എന്ന ഈ പെയിന്റ് 24 കളറുകളിൽ അവൈലബിൾ ആണ്. ഇത് അപ്ലൈ ചെയ്യുന്ന രീതി, ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. സ്പ്രേ ചെയ്യണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാം, അതല്ല നമുക്ക് റോൾ അടിക്കണമെങ്കിൽ റോളിന് അടിക്കാം, പിന്നെ ബ്രഷിന് അടിക്കാം, അതല്ല ഷൂ പോളിഷ് ചെയ്യുന്ന ചെറിയ ബ്രഷ് ഉണ്ടല്ലോ അതിന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് സ്പോഞ്ച് വെച്ച് ചെയ്യുന്നുണ്ട്, സ്പോഞ്ച് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ കഴിവതും നമ്മളൊരു കയ്യൊറ ഉപയോഗിക്കാമെങ്കിൽ അതാണ് കുറച്ചുകൂടെ ഉത്തമം. കയ്യിലൊന്നും പറ്റാത്ത രീതിയിൽ കയ്യൊറ ഉപയോഗിക്കാമെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. ഇതൊരു 2000 സ്ക്വയർ ഫീറ്റ് അടിക്കുന്നതിന് ഏകദേശം ഒരു 10 ലിറ്ററിന്റെ ടിൻ ആവശ്യമായി വരത്തുള്ളൂ. ഇതാണ് ഡയമണ്ട് അക്രിൽ എന്ന പെയിന്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കമന്റ് ചെയ്യൂ. നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.